സ്നേഹവന്ദനം. കഴിഞ്ഞ ആഴ്ച പൊതുവെ പൗരോഹിത്യത്തെക്കുറിച്ചാണ് നാം പഠിക്കാനായിട്ട് ശ്രമിച്ചത്. പ്രധാനമായും എബ്രായ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 3 ക്രമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 ക്രമങ്ങളിൽ ആദ്യത്തേത് പൗരോഹിത്യം എന്ന പൊതു ക്രമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് മൽക്കീസദേക്കും യേശുക്രിസ്തു തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ എന്ന് പറയുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ മൽക്കീസദേക്കിൻ്റെ ഒരു ക്രമം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും, എബ്രായ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയും, അതിൻ്റെ അവസാന ഭാഗത്തും, സങ്കീർത്തനങ്ങൾ 110-ന്റെ 4-ാം വാക്യത്തിലുമാണ് മൽക്കീസദേക്ക് എന്ന പരാമർശനം നാം കാണുന്നത്. അബ്രഹാം തൻ്റെ സഹോദരനെ രക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് അവന് കാഴ്ച കൊണ്ടുവന്നുവെന്നും അബ്രഹാം അവന് ദശാംശം കൊടുത്തുവെന്നും നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിലും മൽക്കീസദേക്കിലും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒന്ന്, ഇരുവരും രാജാക്കന്മാരായിരുന്നു, ഇരുവരും പുരോഹിതന്മാരായിരുന്നു എന്നുള്ളതാണ്. മൽക്കീസദേക്കിൻ്റെ ഒരു ക്രമത്തെക്കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനകർത്താവാണ്. നാം ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് 5-ാം അധ്യായത്തിൽ മൽക്കീസദേക്കിൻ്റെ ക്രമം പറയുന്നുണ്ട്, 7-ാം അധ്യായത്തിൽ മൽക്കീസദേക്കിൻ്റെ ക്രമം പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ക്രമവും മൽക്കീസദേക്കിൻ്റെ ക്രമവും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മൽക്കീസദേക്കിൻ്റെ ക്രമം എന്നുള്ളത്? അതൊരു നിത്യമായ ക്രമമായതുകൊണ്ടാണ്. ഈ മൽക്കീസദേക്കിൻ്റെ ക്രമം എന്നുള്ളത് ഒറ്റ കാര്യം കൊണ്ടാണ്. ഒന്ന്, അവൻ്റെ ആരംഭത്തെക്കുറിച്ചും അവസാനത്തെക്കുറിച്ചും പരാമർശനങ്ങളില്ല. അവൻ്റെ പിതാവാരാണ് മാതാവാരാണെന്ന് അറിയില്ല. അവന് പൗരോഹിത്യം ആര് നൽകി, ആരിലേക്ക് കൈമാറി എന്നുമില്ല. അതുകൊണ്ട് വേദപുസ്തകം, പ്രത്യേകിച്ച് എബ്രായ ലേഖനകർത്താവിൻ്റെ വ്യാഖ്യാനത്തിൽ അത് നിത്യമായ ഒന്നാണ്. ആരിൽ നിന്നും സ്വീകരിക്കാതെ ആർക്കും കൊടുക്കാതെ എന്നേക്കും നിത്യമഹാപുരോഹിതനായിരിക്കുന്ന ആളാണ് മൽക്കീസദേക്ക് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതേ ക്രമത്തിൽ തന്നെ യേശുക്രിസ്തുവും നിത്യ മഹാപുരോഹിതനാണ്. ആരിൽ നിന്നും പൗരോഹിത്യം സ്വീകരിക്കുകയോ ആരിലേക്കും പകർന്നു കൊടുക്കുകയോ ചെയ്യാതെ നിത്യ മഹാപുരോഹിതനായിരിക്കുന്നു. ഒപ്പം തന്നെ നിത്യരാജാവുമായിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ആരംഭമില്ല, അവസാനമില്ല. നമ്മൾ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് 1-ാം അധ്യായത്തിൽ അൽഫയും ഒമേഗയും, ആദിയും അവസാനവും ഞാൻ തന്നെയാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിത്യനായ പുരോഹിതൻ എന്ന അർത്ഥത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ മൽക്കീസദേക്കിൻ്റെ ക്രമം എന്ന് പറയുന്നത്. മൽക്കീസദേക്ക് നിത്യ പുരോഹിതനായിരിക്കുന്നത് പോലെ, നിത്യരാജാവായിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവും നിത്യരാജാവും നിത്യപുരോഹിതനുമാണ് എന്നുള്ളതാണ് ഇവിടെ ലേഖനകർത്താവ് സൂചിപ്പിക്കുന്ന അർത്ഥം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, ഒരു പുതിയ ക്രമമാണ് എന്നുള്ളത്. അരാമ്യ പാരമ്പര്യത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ നിരവധി മഹാപുരോഹിതന്മാരുണ്ട്. അവരെല്ലാം മരണത്തിലൂടെ ആ പൗരോഹിത്യ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മൽക്കീസദേക്ക് നക്ഷത്രങ്ങളുടെ ഇടയിൽ ഒരു ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ അനന്യനായി നിൽക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണോ യേശുക്രിസ്തു മരണത്തെ അതിജീവിച്ച് ജീവിക്കുന്ന നിത്യനായിരിക്കുന്നത്, അതുപോലെ മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യവും നിത്യമാണ്, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും നിത്യമാണ്. അതുകൊണ്ടൊരു പുതിയ ക്രമം സ്ഥാപിച്ച ഒരു പൗരോഹിത്യമാണ് മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യ ക്രമവും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ക്രമവും എന്നുള്ളത്. രണ്ടാമത്, ഇത് സാർവത്രികമാണ് എന്നുള്ളതാണ്. ഇറ്റ് ഇസ് യൂണിവേഴ്സൽ. എന്താണ് എന്ന് ചോദിച്ചാൽ, അഹരോന്യ പൗരോഹിത്യം ഒരു രാഷ്ട്രത്തിന്, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി, ഒരു ജാതിക്ക് വേണ്ടിയുള്ള ഒരു പൗരോഹിത്യമായിരുന്നു. എന്നാൽ മൽക്കീസദേക്ക് യേശുക്രിസ്തുവിന് മുമ്പ് അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായി നിലകൊണ്ട് എന്നുള്ളതാണ്. ഒരു ജാതിയുടെ പൗരോഹിത്യമായിരുന്നില്ല എന്നുള്ളത്. യേശുക്രിസ്തു പുരോഹിതനായി വന്നത് സകലർക്കും വേണ്ടിയാണ്, സകല ജാതികൾക്കും വേണ്ടി ഉള്ള മഹാപുരോഹിതനായി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജാതികളെയും യഹൂദന്മാരെയും അവനിൽ ഒന്നാക്കി ചേർത്തു എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ വേണം, തന്നിൽ എല്ലാവരെയും, ജാതികളെയും വിജാതികളെയും യഹൂദന്മാരെയും എല്ലാവരെയും തന്നിൽ ഒന്നാക്കേണ്ടതിന് വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്നുള്ളത് സാർവത്രിക പൗരോഹിത്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പൗരോഹിത്യമാണ്. അഹരോന്യ പൗരോഹിത്യം പോലെ ഒരു ജാതിക്ക്, ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പൗരോഹിത്യം ആയിരുന്നില്ല എന്നുള്ളത്. 3, ഇറ്റ്സ് അൺചേഞ്ചിങ്. ഇത് മാറ്റമില്ലാത്തതാണ്, നിത്യമാണ് എന്നർത്ഥം.
മൽക്കീസേദെക്ക് എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവും എന്നേക്കും നിത്യ പൗരോഹിത്യമാണ് എന്നുള്ളത്. എബ്രായ ലേഖനം 7-ാം അധ്യായം 11 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം നിത്യ പൗരോഹിത്യമാണ് എന്നുള്ളതാണ്. ഇനി ഈ നിത്യ പൗരോഹിത്യം എന്നുള്ളത് എന്നേക്കും നിൽക്കുന്ന ഒരു പൗരോഹിത്യമാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മരണം വഴി മാറുന്ന ഒരു പൗരോഹിത്യമല്ല യേശുക്രിസ്തുവിൻ്റേത്. എങ്ങനെയാണോ മൽക്കീസേദെക്ക് നിത്യനായി പഴയ നിയമത്തിൽ കാണപ്പെടുന്നത്, അതേപോലെ യേശുക്രിസ്തു നിത്യ പുരോഹിതനാണ്, നിത്യമഹാപുരോഹിതനാണ്, മാറ്റമില്ലാത്തവനാണ്. കാരണം അവൻ മരിക്കുന്നില്ല എന്നുള്ളത്, മരണത്തെ അതിജീവിച്ച് നിത്യനായി ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ളത്. ഇവർ തമ്മിലുള്ള സാധർമ്മ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് മൽക്കീസേദെക്കിന്റെ ക്രമം കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവും മൽക്കീസേദെക്കും ഒരേ പേരുകൾക്ക് അർഹരായിരുന്നു എന്നുള്ളത്. ഒന്ന് രാജാവാണ്, യേശുക്രിസ്തുവും രാജാവാണ്, നീതിയുടെ രാജാവാണ് യേശുക്രിസ്തു. രണ്ടുപേരും നീതിയുടെ രാജാക്കന്മാരാണ്. മൽക്കീസേദെക്ക് നീതിയുടെ രാജാവായിരുന്നു. മൽക്കീസേദെക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും നീതിയുടെ രാജാവാണെന്നാണ്, കിങ് ഓഫ് റൈറ്റിയസ്നെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു നീതിയുടെ രാജാവാണ് എന്ന് നമുക്കറിയാം. രണ്ട്, ശാലേം രാജാവായിരുന്നു. ശാലേം എന്ന വാക്കിന് സമാധാനം എന്നാണ് അർത്ഥം. യെരൂശലേം എന്നുള്ള വാക്കിൽ നിന്ന് ശാലേം സമാധാനത്തിൻ്റെ, യേശുക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവായിരുന്നു എന്ന് നമുക്കറിയാം. മൽക്കീസേദെക്ക് കിങ് ഓഫ് ഷാലോമായിരുന്നു. യേശുക്രിസ്തു സമാധാനത്തിൻ്റെ പ്രഭുവാണ് എന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ സമാധാന പ്രഭു എന്ന പേരിലാണ് യേശുക്രിസ്തു അറിയപ്പെട്ടത്. അത്യുന്നതനായ ദൈവത്തിന് പുരോഹിതനായിരുന്നു മൽക്കീസേദെക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലും. യേശുക്രിസ്തുവിനും മഹാപുരോഹിതനായിരുന്നു 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു മഹാപുരോഹിതനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിത്യ പൗരോഹിത്യം എന്നുള്ളത് കൊണ്ട് ഈ സാധർമ്മ്യങ്ങളൊക്കെയാണ് യേശുക്രിസ്തുവിന് ഉള്ളത്. രണ്ട് കാര്യങ്ങളാണ് മഹാപുരോഹിതന്മാർ പൊതുവെ ചെയ്തിരുന്നത്. ഒന്ന്, ജനത്തിന് വേണ്ടി അവർ യാഗങ്ങളും പാപപരിഹാര പ്രവർത്തനങ്ങളൊക്കെ അർപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ജനത്തിന് വേണ്ടി ഇതൊക്കെ അർപ്പിക്കുന്ന, അവരുടെ ബലഹീനതകൾക്ക് വേണ്ടി അർപ്പിക്കുന്ന പുരോഹിതൻ. രണ്ട്, ഇവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരാളാണ്. ഇവർക്ക് വേണ്ടി യാഗകർമാദികൾ ചെയ്യുന്ന ആൾ മാത്രമായത്. രണ്ട്, ഇവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ അറിയാം, അവിടെ ജനത്തിന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് ഈ മഹാപുരോഹിതനാണ് എന്നുള്ളത്. അപ്പം ഈ മഹാപുരോഹിതൻ എന്നുള്ള ശുശ്രൂഷയിൽ യേശുക്രിസ്തു നിലനിൽക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 26-ഉം 28-ഉം പറയുന്നുണ്ട്, മറ്റ് പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാരൊക്കെ എല്ലാ വർഷങ്ങളിലും ഇത് ചെയ്യണമായിരുന്നു എങ്കിൽ യേശുക്രിസ്തു ഒരിക്കലായി ഇത് ചെയ്ത് സകലർക്കും പ്രവേശനം സാധ്യമാക്കി. ആവർത്തിക്കപ്പെടാത്ത ഒരു യാഗത്തിലൂടെ, യാഗവും യാഗവസ്തുവും താൻ തന്നെയായിട്ട് അർപ്പിക്കപ്പെടുകയും അതിലൂടെ സർവ്വജനത്തിനുമുള്ള വിടുതലും വീണ്ടെടുപ്പും നൽകുകയും ചെയ്യുന്നു. താൻ തന്നെ പാപപരിഹാരമായി തൻ്റെ ശരീരം നൽകിക്കൊണ്ടാണ് യേശുക്രിസ്തു ഈ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തത്. യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന് പറയുമ്പോൾ, നിത്യമഹാപുരോഹിതനാണ് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഈ യാഗങ്ങൾ അർപ്പിച്ച് മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കേണ്ടതില്ല. മറിച്ച് തൻ്റെ ഏകയാഗത്താൽ താൻ തന്നെ യാഗവസ്തുവും യാഗം കഴിക്കുന്ന ആളുമായി കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം കൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവരെ വീണ്ടെടുത്തത് കൊണ്ട് എന്നേക്കും നിൽക്കുന്ന മഹാപുരോഹിതനായിരിക്കുന്നു എന്നുള്ളത്. ആവർത്തിക്കപ്പെടേണ്ടതല്ല യേശുക്രിസ്തുവിൻ്റെ യാഗം എന്നുള്ളത്, ഒരിക്കലായി പരമയാഗമായി അർപ്പിക്കപ്പെട്ടു എന്നുള്ളത്. നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ എബ്രായ ലേഖനകർത്താവ് 7-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 23 മുതൽ വായിക്കുന്നു. മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഇവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി പിന്നെയും ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചതുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ഇതാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ വ്യത്യാസം. യേശുക്രിസ്തുവിന്റെ യോഗ്യതകളിലൂടെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പാപത്തിൽ നിന്ന് വേർപെട്ടവൻ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപമറിയാത്ത മഹാപുരോഹിതൻ. അതുകൊണ്ട് തൻ്റെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി
അഹരോന്യ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗപീഠത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ കുടുംബത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും പാപപരിഹാര യാഗം അർപ്പിക്കേണ്ടതുപോലെ അർപ്പിക്കേണ്ടാത്ത ഒരാൾ എന്നുള്ള അർത്ഥത്തില്ല. രണ്ട്, ഒരിക്കലായി മാത്രം ചെയ്തെന്ന് ആവർത്തിക്കേണ്ടതില്ല. മറ്റ് മഹാപുരോഹിതൻ മരണം മൂലം നീങ്ങിപ്പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഒരു മഹാപുരോഹിതൻ മരണം മൂലം നീങ്ങിപ്പോയാൽ വേറെ മഹാപുരോഹിതൻ വരും. ഇവിടെ അങ്ങനെ മരണമില്ലാത്ത നിത്യനായി നിൽക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം നിത്യപൗരോഹിത്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് മാറ്റപ്പെടാത്ത പൗരോഹിത്യമാണ്. അതുപോലെ തന്നെ മധ്യസ്ഥനാണ് എന്നുള്ളത്. യഹൂദ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ആളാണ് മഹാപുരോഹിതൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു തോളിൽ 6 ഗോത്രങ്ങളുടെ പേരും മറുതോളിൽ 6 ഗോത്രങ്ങളുടെ പേരും എഴുതിയിട്ടുള്ള കല്ലുകളാണ്. ഒപ്പം തന്നെ അവരുടെ മാർക്കച്ചയിൽ മറ്റൊരു കല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കല്ലിൽ 12 ഗോത്രങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ സൂചന ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇവരെ വഹിച്ചുകൊണ്ട്, ഇവരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, ഇവരുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്ന ഒരാളാണ് പുരോഹിതൻ എന്നുള്ളത്. ഒപ്പം തന്നെ അവരുടെ ആവശ്യങ്ങളും അവരുടെ ഭാരങ്ങളും തന്നെ ഹൃദയത്തിൽ വഹിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരാൾ. എന്നാൽ മരണം വഴി മാറിപ്പോകുമ്പോൾ മറ്റൊരാൾ ആ പുരോഹിതന് പകരം അവിടെ നിൽക്കേണ്ടതുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം നിത്യപൗരോഹിത്യമായതുകൊണ്ട് എന്നേക്കും അവൻ നിൽക്കുന്നു എന്നുള്ളത്, എന്നേക്കും മധ്യസ്ഥത ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത്. നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകും. ഇവിടെ യേശുക്രിസ്തുവിലൂടെ രൂപപ്പെട്ട പുതിയ ഒരു നിയമ ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുടെ മധ്യസ്ഥ യേശുക്രിസ്തുവാണ്. അത് എന്നേക്കും നിൽക്കുന്ന ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ന്യായപ്രമാണം എന്നുള്ളത് ബലഹീന മനുഷ്യരെ മഹാപുരോഹിതരാക്കുന്ന ഒരു ന്യായപ്രമാണം. എന്നാൽ നമ്മുടെ ഉടമ്പടി, ദൈവമായിട്ടുള്ള നമ്മുടെ ഉടമ്പടി, പുതിയ ഉടമ്പടിയുടെ അർത്ഥമോ 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം: ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതരാക്കും. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമാണ്. ഇവിടെ ആണ എന്നുള്ളത് ഉടമ്പടിയെ കുറിച്ചാണ്. ഉടമ്പടിയുടെ വചനമാണ്. എന്നേക്കും തികഞ്ഞനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് എന്നുള്ളത്. യേശുക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി എന്നേക്കും നിൽക്കുന്നത് കൊണ്ട് ആ ഉടമ്പടി എന്നേക്കും നിലനിൽക്കുന്ന ഉടമ്പടിയാണ്. മൽക്കീസദേക്കിന്റെ ക്രമം നിത്യക്രമമാണ്. ആ നിത്യക്രമപ്രകാരം എന്നേക്കും മധ്യസ്ഥനായി യേശുക്രിസ്തു ഇരിക്കുന്നു എന്നുള്ളതാണ്. തീമോഥെയോസിന് 1-ാം ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്: ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. ആരാണ് മധ്യസ്ഥൻ എന്നുള്ളത്? പുരോഹിതനാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന മഹാപുരോഹിതനായി യേശുക്രിസ്തു നിലനിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ 5-ാം അധ്യായത്തിൽ മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറഞ്ഞിരിക്കുന്നത് മാറ്റമില്ലാതെ എന്നേക്കും നിൽക്കുന്ന ഒരു ക്രമം. ഇത് നമുക്ക് നൽകുന്ന ധൈര്യം, ഈ യേശുക്രിസ്തുവുമായി ഉടമ്പടി ബന്ധത്തിൽ വന്നിട്ടുള്ള എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരിക്കലായി എന്നേക്കും നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായിരുന്നു. ഇനിയൊരു യാഗത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് അവരിലുള്ള വിശ്വാസത, അവരിൽ നിന്ന് ലഭിക്കുന്ന കൃപയാൽ നിരന്തരം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുകയും പുതുക്കപ്പെടുകയും പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്ന ഒരനുഭവമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് അവൻ നിത്യനായി നിത്യമധ്യസ്ഥനായ ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അവൻ ദൈവസന്നിധിയിൽ വലതുഭാഗം തിരിയുന്നു എന്നുള്ളത് എന്നെ ഇതിൽ ധൈര്യപ്പെടുത്തേണ്ടത്. നമ്മൾ കൊലോസ്യലേഖനം 3-ാം അധ്യായം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗം നിൽക്കുന്നതിനുമായ ഉയരത്തിലുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു വലതുഭാഗം നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വേണ്ടി നിത്യമായി മധ്യസ്ഥ ചെയ്തുകൊണ്ട് അവൻ വലതുഭാഗത്ത് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറയുമ്പോഴവരെ നാം ഈ ഭാഗം വായിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ട ധൈര്യം ഇതാണ്: യേശുക്രിസ്തു എന്നേക്കും നിൽക്കുന്ന നിത്യപുരോഹിതനായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ, ആകൽഭ്യത്തോടെ ചെല്ലുവാനുള്ള ധൈര്യവും പ്രത്യാശയും ഉറപ്പും നമുക്ക് ഉണ്ട് എന്നുള്ളത്. ഈ ഒരു വിശ്വാസത്തിലാണ് നമുക്ക് നമ്മുടെ പാപങ്ങളുമായി, നമ്മുടെ സങ്കടങ്ങളുമായി, നമ്മുടെ വേദനകളുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാനായിട്ട് കഴിയും. അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട് എന്നുള്ളത്. ആ പ്രത്യേകതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാറ്റം വരാത്ത നിത്യപൗരോഹിത്യം യേശു സ്ഥാപിച്ചു എന്നുള്ളത്. പഴയ നിയമ പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ എല്ലാ വർഷത്തിലും
തൻ്റെ തന്നെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ട, തൻ്റെ തന്നെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ട, താൻ നിൽക്കുന്ന അശുദ്ധമായ സ്ഥലത്തെയും താൻ യാഗം കഴിക്കുന്ന അശുദ്ധമായ യാഗപീഠത്തെയും വിശുദ്ധീകരിക്കേണ്ട കാര്യമില്ല. നിത്യ പുരോഹിതനായി നിൽക്കുന്നു, ഒരിക്കലായി തൻ്റെ തന്നെ ശരീരം യാഗത്തിലൂടെ ബലിയർപ്പിച്ചതിലൂടെ നിത്യരക്ഷ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത്. ഈ വലിയ വിശ്വാസമാണ് നമ്മുടെ ധൈര്യം. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ധൈര്യം മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു പുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ സ്വീകാരം മുറുകെ പിടിക്കും. അവൻ നമ്മുടെ ബലഹീനതകൾക്ക് തുറ നിൽക്കുന്നു. ദൈവസേനയിൽ നമുക്ക് ഒരു പക്ഷപാതം ചെയ്യുന്ന നിത്യ രാജാവും നിത്യപുരോഹിതനുമായി നിൽക്കുന്നു. അതാണ് നമ്മുടെ ധൈര്യം. ഈ ഒരു വിശ്വാസം എന്നെ നിങ്ങൾ ധൈര്യപ്പെടുത്തട്ടെ. ഈ പാഠ പ്രക്രിയയിലൂടെ ആ വിശ്വാസവും ഉറപ്പും നമുക്ക് ദിനം പ്രതി വർദ്ധിപ്പിക്കാനും പ്രത്യാശയും വളരാനും കഴിയും. അതിനായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് വലിയ ആരോഗ്യം എന്നെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.